അപ്പോൾ നമ്മൾ ഈ പരിപാടി നടത്തുന്ന ഡേറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 22-ാം തീയതിയാണ്. ഡിസംബർ 22-ാം തീയതിയാണ് ഈ പരിപാടി നടത്താൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ലൈവായിട്ട് നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് കാണാൻ പറ്റും. ആ സംവിധാനം നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പരിപാടിയിൽ ടോക്കൺ എടുത്ത് പേയ്മെൻറ്റ് ചെയ്തവർക്ക് അവരുമായിട്ടാണ് എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളത്. അവരെ ഞാൻ കാണിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളതാണ്. അത് കൃത്യമായിട്ട് ഞാൻ അവരെ ബോധ്യപ്പെടുത്തി കാണിച്ചു. ഈ കാര്യത്തിൽ എൻ്റെ പരിപാടിയിൽ ജോയിൻ ചെയ്തതിൽ ഏകദേശം 95% പേരും എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള മെൻറ്റാലിറ്റിയിൽ വന്നവരാണ്. അല്ലാതെ ഇതൊരു ബിസിനസ്സായിട്ട് കണ്ട് അവരൊരു ബിസിനസ്സിൽ ഭാഗമാക്കാവുന്നവരല്ല. അങ്ങനെ കണ്ടാണ് ചിലരിതൊരു ബിസിനസ്സായിട്ട് തുടങ്ങാനായിട്ടല്ല, തുടങ്ങിക്കഴിഞ്ഞു 5-6 സ്ഥലത്ത് പോയി കമ്മിറ്റ്മെൻ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതൊന്നും നമുക്കതിനൊന്നും ഒരു പങ്കുമില്ല. അതൊക്കെ അവരവരുടെ കാര്യങ്ങൾ. അതിനകത്തുനിന്ന് എന്നെ കൂട്ടി യോജിപ്പിച്ച് സംസാരിപ്പിക്കേണ്ട പരിപാടി നിർത്തിക്കൊള്ളുക. എന്നെ കൂട്ടി യോജിപ്പിച്ച് സംസാരിക്കുന്ന പരിപാടി ആരായിരുന്നാലും ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. അത് നിർത്തിക്കൊള്ളുക. അത് എനിക്ക് അതിനകത്ത് ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഞാൻ ചെയ്യുന്നത് എൻ്റെ നിവൃത്തികേട് കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. നിലവിൽ എനിക്ക് ഇത്രയും ബാധ്യതകളും വെളിയിൽ വിൽക്കാനൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു മറ്റൊരു ചെറിയ 5-10 രൂപയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോയേനെ. ചിലർ ഈ പറയുന്ന ഒരുപാട് കോടികളുടെ 1 കോടി രൂപ 2 കോടി രൂപ ബിസിനസ്സാക്കിയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതിലൊന്നും എനിക്കൊരു പങ്കുമില്ല. ഞാൻ അതിനകത്തൊരു ഭാഗവാക്കുമല്ല. എന്നെ വെച്ച് കച്ചവടം ചെയ്യരുതെന്ന് ഞാനൊരു റിക്വസ്റ്റാണ്, അവരോടെല്ലാം ഉള്ള ഒരു റിക്വസ്റ്റാണ്. എന്നെ വെച്ച് കച്ചവടം ചെയ്യരുത്, എന്നെ വെച്ചൊരു ബിസിനസ്സാക്കി മാറ്റരുത്. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. നമസ്കാരം, ഷംനാഥാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പലർക്കും പല സംശയങ്ങളാണ്. ഇതെല്ലാം കോൺക്രീറ്റ് ഒക്കെ ചെയ്തു. ഇതൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ചെയ്തപ്പോൾ ഇതെല്ലാം ചെയ്തു. എല്ലാം പൊട്ടിയിട്ട് നല്ല രീതിയിൽ വാട്ടർ പ്രൂഫ് ഉൾപ്പെടെയുള്ള പൊട്ടിയിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. പെയിൻറ്റിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വെൽഡിങ് കാര്യങ്ങളുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാങ്കിൻ്റെ ഏർപ്പാടുകൾ തീർക്കാനുള്ള ഏർപ്പാടുകൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ബാധ്യതകളെല്ലാം തീർത്ത് ഇതാരാണ് ആ ഭാഗ്യശാലി എന്ന് കണ്ടെത്താനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ്. കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള എല്ലാ പണികളും നമ്മൾ അറ്റകുറ്റപ്പണികളായാലും അകത്തുള്ള പെയിൻറ്റിങ്, ചപ്പുചവർ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ഇനിയിപ്പോൾ ഇൻ്റർലോക്ക് പെയിൻറ്റിംഗ് ഉണ്ട്. ഇൻ്റർലോക്കെല്ലാം ക്ലിയർ ചെയ്ത് അവർ പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതാണ് അവരുടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ അതിലുപരി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടികൾ, എൻ്റെ വസ്തുവും എൻ്റെ വണ്ടികളും ഒക്കെയാണ് ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും മാത്രം എല്ലാവരും മനസ്സിലാക്കുക. പറ്റുന്ന രീതിയിൽ എല്ലാവരും സഹകരിക്കുക. ഒത്തിരി ടോക്കൺസ് നമുക്ക് നിലവിൽ ബാക്കിയുണ്ട്. കാരണം വിളിക്കുന്ന ഈ 16,000 പേരും എൻ്റെ കഥകളും കാര്യങ്ങളും മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് പറയും വൈകുന്നേരം വിളിക്കാമെന്ന് പറയും, അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നവരാണ് കൂടുതലും. അതിനകത്തൊരു 10% ആൾക്കാരായിരിക്കും ടോക്കൺ എടുക്കുന്നത്. ബാക്കിയുള്ളവർ ഇതേ കഥകളെല്ലാം കേട്ടിട്ട് അവർ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഇതുവഴി പോകുന്നവരാണ് കൂടുതൽ. അപ്പോൾ ഈ ആവശ്യക്കാർ വിളിക്കുമ്പോൾ അവരെ നമുക്ക് എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എന്നെ വെച്ചുള്ള കച്ചവടം നിർത്തുക. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഈ എല്ലാവരോടും ഉള്ള ഞാൻ ഇതിനകത്ത് ഒരു ഉത്തരവാദിത്വം എൻ്റെ മണ്ടയെ കൊണ്ടുവന്നിടരുത്. ഞാൻ ഏറ്റെടുക്കുന്നതുമല്ല. ഇത് ഞാൻ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും അടങ്ങുന്ന ഒരു എന്താണ് പറയണത്, വേറൊരു മാർഗം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യുന്നതാണ്. ബാക്കിയെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളുക, അത്രയാണ് അതിനകത്തുള്ള വാസ്തവം. അത്രയാണ്. വേറൊരു മാർഗം ചെയ്യാനില്ലാത്തത് കൊണ്ട്, വേറൊന്നും ചെയ്യാൻ നമ്മുടെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കുക. നമ്മുടെ ഈ പരിപാടി മാക്സിമം ഒക്കുന്ന എല്ലാവരും സഹകരിക്കുക. ഞാനിതൊരു നല്ല രീതിയിൽ തന്നെ ഇതിനെ നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കും. എൻ്റെ ഇതിൽ പങ്കെടുക്കുന്നവരെ ഞാനിത് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട്. അവരുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആർക്കും ഒരു പരാതിയില്ലാത്ത രൂപത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അവരൊരു ബിസിനസ്സായിട്ട് വന്നവരല്ല ആരും, എന്നെ സഹായിക്കാൻ വേണ്ടി വന്നവരാണ്. ഇതൊരു ചാരിറ്റി ആയിട്ടാണ് അവർ കണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഞാനും. ആ രീതിയിൽ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അല്ലാതെ അവർക്ക് ഈ വീട് മോഹിച്ചോ അല്ലെങ്കിൽ ഈ പെരയിടം മോഹിച്ചോ വന്നവരല്ല. അതിലൊരു 10%, 5% ആൾക്കാരെ കാണത്തുള്ളൂ അങ്ങനെ ഉള്ളത്. അല്ലാതെ ബാക്കി 90%വും എന്നെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിൽ വന്നവരാണ് ഈ 90% ആൾക്കാരും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന പണികൾ പോലും ഇതെല്ലാം വാട്ടർ പ്രൂഫും പുട്ടിയും വാട്ടർ പ്രൂഫ് ഇട്ടാണ് ചെയ്യുന്നത്. വാട്ടർ പ്രൂഫ് ഇട്ടാണ് ഇതിനകത്ത് പെയിൻറ്റിങ്, ഈ പൊട്ടിയും പൊളിഞ്ഞു വരുന്ന സ്ഥലങ്ങൾ മൊത്തം വാട്ടർ പ്രൂഫ് കൂടെ ഉപയോഗിച്ചാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വർക്കുകളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുള്ളൂ. ആരെടുത്ത് തട്ടിപ്പ് വെട്ടിപ്പൊന്നും നടത്തുന്നില്ല. വളരെ കൃത്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് ഞാനുമായിട്ട് സഹകരിക്കുക. പിന്നെ ആരുടെയെങ്കിലും കോളുകൾ എടുക്കാനോ മറുപടി തരാനോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക.
മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഒരുപാട് കോളുകൾ വരുമ്പോഴത്തേക്ക്, ഒരുപാട് മെസ്സേജുകൾ വരുമ്പോഴും ഈ നിങ്ങൾ അയച്ചിരിക്കണ ഹായ് ഹലോ എല്ലാം താഴോട്ട് പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.